ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ജൂലൈ മാസം 20-ാം തീയതി, കർക്കിടക മാസം 4-ാം തീയതി, ഞായറാഴ്ച. സമയം രാവിലെ 6 മണി. കഴിഞ്ഞ ആഴ്ചയിലേതിന് സമാനമായി തകർച്ചയോടെ തുടങ്ങിയ സ്വർണ്ണവില ആഴ്ചയുടെ അവസാന ദിനങ്ങളിൽ ഉയർന്നുകൊണ്ട് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് എത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച 73,240 രൂപയിലേക്ക് ഉയർന്ന സ്വർണം തുടർന്നുള്ള 2 ദിവസങ്ങളിൽ തകർച്ച നേരിട്ടതിന് ശേഷം മാറ്റമില്ലാതെ തുടരുകയും പിന്നീടുള്ള 2 ദിവസങ്ങളിൽ ഉയരുകയുമായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പവന് 400 രൂപ ഉയർന്ന സ്വർണ്ണവില ശനിയാഴ്ച വിപണി വാരാന്ത്യം ക്ലോസ് ചെയ്യുമ്പോൾ അല്പം കൂടെ ഉയർന്നു. പവന് 160 രൂപയും ഗ്രാമിന് 20 രൂപയുമാണ് സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തിയത്. 73,360 രൂപയിലാണ് ഇപ്പോൾ കേരളത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിലും സ്വർണ്ണവില നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $3,350. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 10,003 രൂപ, 1 പവൻ 80,029 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,502 രൂപ, 1 പവൻ 60,021 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,170 രൂപ, 1 പവൻ 73,360 രൂപ. സംസ്ഥാനത്ത് ഇന്ന് വെള്ളിവില 1 ഗ്രാം 124 രൂപ, 1 കിലോ 1,24,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്